എടാ, എപ്പോഴെങ്കിലും നമ്മൾ ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു വാക്ക് വരുമ്പം ഒരിക്കലും ഒരു പോസിറ്റീവ് ഫീലിംഗ് ഒന്നും ഇല്ലല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഒരുമിച്ച് താമസിക്കുന്നവർ സെപ്പറേറ്റ് ആവുക, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാണ്ടാവുക, അല്ലേ? അത് എപ്പോഴും ഒരു ബാഡ് ഫീലിംഗ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഇവിടുന്ന് നമ്മൾ രണ്ട് ഡിവോഴ്സസിനെ പറ്റിയാണ് പറയുന്നത്, വിച്ച് ഇസ് വെരി ഫണ്ണി. ഈ ഡിവോഴ്സ് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാലേ ചിരി വരും, അല്ലേ? ആദ്യത്തെ എന്തായിരിക്കും? സ്ലീപ്പ് ഡിവോഴ്സ്. സ്ലീപ്പ് ഡിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ പേരിൽ തന്നെ ഉണ്ട്. ഒരേ വീട്ടിലായിരിക്കും രണ്ടുപേരും താമസിക്കുന്നത്, പക്ഷെ ഉറക്കം മാത്രം മേ ബി രണ്ട് ബെഡിൽ അല്ലെങ്കിൽ രണ്ട് റൂമിലായിരിക്കും. ഏ, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഒന്ന് ഗസ് ചെയ്യാവോ? ഓ ഫസ്റ്റ് തിങ്, ഒരാൾ സ്നോർ ചെയ്യുന്ന ആളായിരിക്കും, മറ്റേ ആൾ ചിലപ്പോൾ ലൈറ്റ് സ്ലീപ്പറും ആയിരിക്കും. അങ്ങനത്തെ കോമ്പിനേഷൻ വരുമ്പോൾ മാറി കിടന്നല്ലേ പറ്റൂ. രണ്ടാമത്തത് നമ്മളെ റൂം ടെമ്പറേച്ചർ. ചിലവർക്ക് എ സി ഇങ്ങനെ തണുത്ത് ചില്ലാക്കി ഫുൾ സ്പീഡിൽ ഫാൻ ഇട്ടാലേ അവർക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. മറ്റേ ആൾക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തുമ്മി 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 ആയിരിക്കും കിടക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ ചെറുപ്പത്തിൽ ഒരു യങ്ങർ ഏജിൽ ഒറ്റയ്ക്ക് ഒരു കട്ടിൽ സുഖമായിട്ട് ഉരുണ്ടു മറിഞ്ഞ് കിടന്നത്, ഇതൊരു കല്യാണമൊക്കെ കഴിഞ്ഞ ഒരു ഫാമിലിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഹസ്ബൻഡും വൈഫും കുട്ടികളും ഒക്കെ കൂടി ഇങ്ങനെ അടുത്തടുത്തൊക്കെ കിടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉറക്കം സുഖം ആവില്ല പലവർക്കും. വളരെ ട്രൂ. ഉറക്കം ശരിയായില്ലെങ്കിൽ എന്താവും? രാവിലെ എണീക്കുമ്പോൾ തന്നെ മൂഡ് ഓഫ്. അപ്പത്തേക്കിനും എന്താവും? തൊട്ടേനും പിടിച്ചതിനും ഒക്കെ ഇറിറ്റേഷനാവും. ഈ രണ്ട് കാര്യങ്ങളും കൂടെ നടക്കുന്ന വീടുകളിൽ ഫൈറ്റ് ഇല്ലാണ്ട് നടക്കുകയില്ല. അപ്പം ചിലപ്പം ഇത് ചെയ്തില്ലെങ്കിലായിരിക്കും ചിലപ്പോൾ ഡിവോഴ്സ് ആവുന്നത്. പക്ഷെ പണ്ടത്തെ ആൾക്കാർ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടെടാ, ഒരുമ ഉണ്ടെങ്കിൽ ഒലക്കേമലും കിടക്കാന്ന്. ഇപ്പൊ നമ്മൾ അത് ഫോളോ ചെയ്ത് വരുമ്പോ ഇപ്പൊ ഇങ്ങനെ മാറി കിടക്കുമ്പോൾ ഒരു ഇന്റിമസി കുറവോ ഒരു ബോണ്ടിങ് കുറവോ ഒക്കെ ആവോ? അത് ഗോപു, ആക്ച്വലി നമ്മുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ്. നമ്മൾ ഒരുമിച്ച് കിടന്നാലേ അവിടെ ഇൻറ്റിമസി ഉള്ളൂ, അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളൂ എന്നില്ല. ആക്ച്വലി ചിലപ്പം ഇങ്ങനെ സ്ലീപ്പ് ഡിവോഴ്സ് ചെയ്യുന്നിടത്തായിരിക്കും ഒരു പീസും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടാവുക. ഇപ്പം നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചിലയിടത്ത് ഹസ്ബൻഡ് ആണെങ്കിൽ US ടൈമിങ്സിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പം രാത്രിയിൽ 1 മണി 2 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ ലോഗ് ഓഫ് ചെയ്തിട്ട് കിടക്കാൻ വേണ്ടി വരുന്നത്. അപ്പം ലൈറ്റ് ഓൺ ചെയ്യും, അല്ലേ? ഉം. കണ്ണ് കാണണ്ടേ കിടക്കാൻ വേണ്ടി പോകുമ്പോൾ? ലൈറ്റ് ഓൺ ചെയ്യും, പിന്നെ ബോട്ടിൽ ഉണ്ടാവും. എല്ലാം കൂടി ആകുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ്, ഉറങ്ങുന്ന ആളുടെ ഉറക്കം പോവും. അപ്പം അങ്ങനെ പല പല റീസൺസ് ഉണ്ടാവും. അപ്പം ഒരുമിച്ച് കിടന്നാലേ അവിടെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുള്ളൂ, ക്ലോസ്നെസ് ഉണ്ടാവുന്നുള്ളൂ എന്നല്ല. ഉറക്കം നന്നായാൽ മൂഡ് നന്നാവും. അപ്പം എന്താന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അണ്ടർസ്റ്റാൻഡിങ്ങും കൂടും, ക്ലോസ്നെസ് കൂടും, ഇൻറ്റിമസിയും കൂടും. ഓ ചുരുക്കം പറഞ്ഞാൽ നല്ലൊരു ഉറക്കം കിട്ടിയ രാവിലെ എണീക്കുമ്പോൾ എല്ലാവരും ഹാപ്പി. അപ്പൊ ഈ തൽക്കാലം ഒരു ചെറിയൊരു സെപ്പറേഷൻ കഴിഞ്ഞ് ഭയങ്കര സ്ട്രോങ്ങർ കണക്ഷൻ ആയിട്ട് രാവിലെ വീണ്ടും ഉഷാറായിട്ട് ആ ബന്ധം പോവും. ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവരും അത് ചെയ്യണമെന്നില്ല. ഇങ്ങനെ ഉറക്കം ഒരു പ്രോബ്ലമായി വരുന്നിടത്ത് മാത്രം ആവശ്യമുള്ളൊരു കാര്യമാണ് ഈ സ്ലീപ്പ് ഡിവോഴ്സ്. ഉം. ഇതേപോലെ തന്നെ വളരെ പ്രാക്ടിക്കലി യൂസ്ഫുൾ ആയ വേറൊരു ഡിവോഴ്സ് ഉണ്ട്, ഞാൻ പറയട്ടെ. ബാത്റൂം ഡിവോഴ്സ്. ഇതുപോലെ തന്നെ ആദ്യം ഇവള് പറഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ചിരിച്ചത്. അത് അതിന്റെ എന്തായിരിക്കും യൂസ്, നീ പറ. പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ഓടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം സേവ് ചെയ്യാനായിരിക്കും. ഇപ്പം ഞങ്ങളൊക്കെ എവിടെയെങ്കിലും ഒരു ടൈമിന് എത്തണം എന്നുണ്ടെങ്കിൽ ചില പറഞ്ഞാൽ എല്ലാവരും പല പല ബാത്റൂമിലായിരിക്കും യൂസ് ചെയ്യുന്നത്. എന്താന്ന് പറഞ്ഞാൽ ടൈം സേവ് ചെയ്യാൻ. അല്ലെങ്കിലൊക്കെ മിക്കവാറും ഒരേ ബാത്റൂമൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഞാൻ വേറെ പറയട്ടെ, ഓരോരുത്തർക്കും ഓരോ ഹാബിറ്റ് ആണ്. ചില ആൾക്കാർക്ക് ബാത്റൂം ഭയങ്കര ഡ്രൈ ആയി കാണണം, സാധനങ്ങളൊക്കെ നീറ്റായി, ഒന്നും നനഞ്ഞ സാധനങ്ങളൊന്നും പാടില്ല, അങ്ങനെ ഉണ്ടാവും. വേറെ മറ്റേ ആൾക്ക് നനഞ്ഞാലും കുഴപ്പമില്ല, അവരുടെ തുണിയൊക്കെ അവിടെ സൈഡിൽ വെച്ചാലും കുഴപ്പമില്ല, ഇവരുള്ള പേസ്റ്റിന്റെ ക്യാപ്പ് അവിടെ, സോപ്പ് ഡിഷ് ഇവിടെ, അങ്ങനെ ഇങ്ങനെ പരത്തി വെച്ചാൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഇത് രണ്ടാൾക്കും മാച്ച് ആവാത്ത സ്വഭാവം വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതായിരിക്കും ഒന്നുമില്ലെങ്കിലും ഒരു ഫൈറ്റിനുള്ള കാരണം. അപ്പൊ അൺനെസസറി ആർഗ്യുമെന്റും ഇതല്ലേ. അപ്പൊ എന്താ വെച്ചാൽ രണ്ടാളും സെപ്പറേറ്റ് സെപ്പറേറ്റ് ബാത്റൂംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഓ, വളരെ നന്നായി. അപ്പം ആക്ച്വലി ഈ രണ്ട് ഡിവോഴ്സ് മറ്റേ ഡിവോഴ്സ് പോലെ ഡേഞ്ചർ അല്ല. ഉം. ഇത് മറ്റേത് സെപ്പറേറ്റ് ചെയ്യാനാണെങ്കിൽ ഈ സ്ലീപ്പ് ഡിവോഴ്സും ബാത്റൂം ഡിവോഴ്സും അടുപ്പിക്കാൻ വേണ്ടിയുള്ള ഡിവോഴ്സസ് ആണ്. അപ്പോൾ പേര് കേട്ടാരും പേടിക്കണ്ട, നല്ല തമാശയാണ്. ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊക്കെ വീടുകളിൽ ഒന്ന് പയറ്റി നോക്കാൻ പറ്റുന്ന ഡിവോഴ്സസുമാണ്. മാത്രമല്ല, ഞാൻ കാര്യം പറയട്ടെ, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണർ, ആവശ്യത്തിന് സ്പേസ് നമ്മളും കൊടുക്കണം, നമുക്ക് കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ ആ ഏത് റിലേഷൻഷിപ്പ് ആയാലും അത് ഭയങ്കര കൂടുതൽ സ്ട്രോങ്ങർ അല്ലേ, കമ്മ്യൂണിക്കേഷനും കൂടി അതൊക്കെ കുറച്ചും കൂടി നല്ലൊരു ഫാമിലി ബോണ്ടിങ് ഉണ്ടാവും എന്നാ തോന്നുന്നത്. അപ്പൊ ഇതൊക്കെ ഉണ്ടാവുക പറഞ്ഞത് മനസ്സിലാക്കി പെരുമാറുന്ന ഒരു പാർട്ട്ണർ ഉണ്ടാവുക പറഞ്ഞാൽ അതൊരു ഭയങ്കര വലിയ ബ്ലെസ്സിങ് അല്ലേ. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞി ട്രിക്സ് യൂസ് ചെയ്തിട്ട് ആ ബോണ്ടിനെ സ്ട്രോങ്ങർ ആക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. സോ നെവർ forget to count your blessing. Keep watching Echoes of Her with Ren and Gu.